ഹായ്, കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഡബിൾ കോളം ക്യാഷ് ബുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നാണ് നമ്മൾ പഠിച്ചത്. ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ നിന്നുള്ള എല്ലാ ക്യാഷ് പേയ്മെൻറ്റുകളും അതുപോലെ ബാങ്കിൽ നിന്നുള്ള ക്യാഷ് പേയ്മെൻറ്റുകളും അതോടൊപ്പം ഒരു ബിസിനസ് ഓർഗനൈസേഷനിലേക്ക് വരുന്ന എല്ലാ ക്യാഷ് റെസീപ്റ്റുകളും അഥവാ അതിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് വരുന്ന റെസീപ്റ്റുകളും ക്യാഷ് റെസീപ്റ്റുകളും റെക്കോർഡ് ചെയ്യുന്ന സ്പെഷ്യൽ ജേണലാണ് ഡബിൾ കോളം ക്യാഷ് ബുക്ക്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു ഡബിൾ കോളം ക്യാഷ് ബുക്ക് തയ്യാറാക്കി. ഡബിൾ കോളം ക്യാഷ് ബുക്കിനെ കൂടുതൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളിന്ന് ഒരു ഇല്ലസ്ട്രേഷൻ കൂടി വർക്കൗട്ട് ചെയ്യാണ്. നമുക്ക് ആദ്യമായിട്ട് ഈ ക്വസ്റ്റ്യൻ ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, ഡബിൾ കോളം ക്യാഷ് ബുക്ക് വിത്ത് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് കൂടി വരുന്ന തരത്തിലുള്ളൊരു ക്വസ്റ്റ്യനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നോക്കുക. പ്രിപ്പയർ എ ഡബിൾ കോളം ക്യാഷ് ബുക്ക് ഫ്രം ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ് ഓഫ് മെസ്സേഴ്സ് ലേസർ സോൺ ഫോർ ദ മന്ത് ഓഫ് ജനുവരി 2017. ലേസർ സോൺ എന്ന് പറയുന്ന ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ 2017 ജനുവരിയിലെ കുറേ ക്യാഷ് ട്രാൻസാക്ഷൻസാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. അതുപയോഗിച്ച് നമ്മളോട് ഒരു ഡബിൾ കോളം ക്യാഷ് ബുക്ക് തയ്യാറാക്കാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഡബിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഡെബിറ്റ് സൈഡിലും അഥവാ റെസീപ്റ്റ് സൈഡിലും പേയ്മെൻറ്റ് സൈഡ് അഥവാ ക്രെഡിറ്റ് സൈഡിലും ക്യാഷ് റെസീപ്റ്റുകളും ക്യാഷ് പേയ്മെൻറ്റുകളും രേഖപ്പെടുത്തുന്നതിന് വേണ്ടി രണ്ട് കോളം ഉണ്ടായിരിക്കും. ഒരു ക്യാഷ് കോളവും ഒരു ബാങ്ക് കോളവും. നമുക്ക് ട്രാൻസാക്ഷൻസ് നോക്കാം. ജനുവരി 1 ക്യാഷ് ഇൻ ഹാൻഡ് ₹4,000, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് 3,200. ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞാൽ ആ മാസത്തെ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ഇൻ ഹാൻഡ് ആണ്. അഥവാ കഴിഞ്ഞ മാസത്തെ ക്യാഷ് ബുക്കിൻ്റെ ക്യാഷ് കോളത്തിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ആണ് ജനുവരി 1 ഓപ്പണിംഗ് ബാലൻസ്. 2016 ഡിസംബർ 31 ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് കോളം ഓഫ് എ ഡബിൾ കോളം ക്യാഷ് ബുക്ക്. കഴിഞ്ഞ മാസത്തെ ഡബിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ ക്യാഷ് കോളത്തിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ആണ് ക്യാഷ് ഇൻ ഹാൻഡ്. അപ്പോൾ ജനുവരി 1 അത് ഓപ്പണിംഗ് ബാലൻസ് ആണ്. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് എൻ്റർ ചെയ്യുന്നത് ബാലൻസ് ബ്രോ ഡൗൺ എന്ന രീതിയിലാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഓക്കെ, ജനുവരി 1 ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആണ്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് മീൻസ് it is a situation when cash withdrawn from bank exceeds the deposit. നമ്മുടെ ബിസിനസ്സിൻ്റെ കറണ്ട് അക്കൗണ്ടിൽ അഥവാ ബാങ്ക് അക്കൗണ്ടിൽ നമ്മുടെ ഡെപ്പോസിറ്റിലും കൂടുതലായിട്ടുള്ള വിഡ്രോവൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷനാണ് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. അഥവാ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് 10,000 രൂപയാണ് എന്ന് അസ്യൂം ചെയ്യുക. നമ്മൾ ആ അക്കൗണ്ടിൽ നിന്ന് വിഡ്രോ ചെയ്തത് 15,000 രൂപയാണെന്ന് സങ്കല്പിക്കുക. അഥവാ നമ്മൾ ബാങ്കിന് അങ്ങോട്ട് 5,000 രൂപ കൊടുക്കാനാണ്. ഈ എമൗണ്ടിനെ നമ്മൾ ഓവർ ഡ്രാഫ്റ്റ് എമൗണ്ട് എന്നാണ് പറയുക. കറണ്ട് അക്കൗണ്ട് ഹോൾഡേഴ്സിന് അഥവാ ബിസിനസ് അക്കൗണ്ടുകൾക്ക്, ബിസിനസ് സ്ഥാപനങ്ങൾക്ക് ബാങ്കുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സൗകര്യമാണ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. ലേസർ സോൺ എന്ന് പറയുന്ന നമ്മുടെ ഈ ബിസിനസ്സിൻ്റെ ജനുവരി 1 ഓപ്പണിംഗ് ബാലൻസ്, ബാങ്കിൻ്റെ ബാലൻസ് എന്ന് പറഞ്ഞാൽ ഓവർ ഡ്രാഫ്റ്റ് ആണ്. അഥവാ നമ്മുടെ വിഡ്രോവൽസ് കൂടുതലും ഡെപ്പോസിറ്റ് കുറവുമായ ഒരു കണ്ടീഷനാണ്. അഥവാ ക്യാഷ് ബുക്കിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് ഇതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് രേഖപ്പെടുത്തേണ്ടത്. ദെൻ മറ്റ് ട്രാൻസാക്ഷൻസ് നോക്കാം. ജനുവരി 4 വേജസ് പെയ്ഡ്, ക്യാഷ് പേയ്മെൻ്റ് ആണ്. ദെൻ ക്യാഷ് സെയിൽസ്, ക്യാഷ് റെസിപ്റ്റ് ആണ്. പർച്ചേസ്ഡ് ഗുഡ്സ് ബൈ ചെക്ക്, സാധനങ്ങൾ വാങ്ങിച്ചു, ഗുഡ്സ് വാങ്ങിച്ചു, ചരക്കുകൾ വാങ്ങിച്ചു ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ട്. ചെക്കാണ് കൊടുത്തത്, അഥവാ ബാങ്കിൽ നിന്നാണ് പേയ്മെൻറ്റ്. ദെൻ ക്യാഷ് പെയ്ഡ് ടു രോഹിത് എന്ന് പറയുന്ന ഒരു സപ്ലയർക്ക് നമ്മൾ ക്യാഷ് കൊടുത്തു. ഇത് ക്യാഷ് പേയ്മെൻ്റ് ആണ്. ഡബിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ക്യാഷ് കോളത്തിലാണ് എഴുതേണ്ടത്. ദെൻ ക്യാഷ് സെയിൽസ് നടന്നു, ക്യാഷ് കിട്ടി അല്ലേ, ക്യാഷ് റെസിപ്റ്റ് ആണ്. റെസിപ്റ്റ് സൈഡിൽ ക്യാഷ് കോളത്തിൽ എഴുതുക. ദെൻ ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്, നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്ന ഒരു കോൺട്രാ എൻട്രി അല്ലേ. ഡെപ്പോസിറ്റ് ഇൻ ടു ബാങ്ക് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ കയ്യിലിരുന്ന ക്യാഷ് ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തു. അഥവാ ബിസിനസ്സിൻ്റെ ക്യാഷ് ഇൻ ഹാൻഡ് ക്യാഷ് കോളത്തിൽ പേയ്മെൻ്റ് ആണ്. അതേസമയം റെസീപ്റ്റ് കോളത്തിൽ, റെസീപ്റ്റ് സൈഡിൽ ബാങ്ക് കോളത്തിൽ അത് റെസീപ്റ്റുമാണ്. അഥവാ രണ്ട് സൈഡിനും, ഡെബിറ്റ് സൈഡിനും ക്രെഡിറ്റ് സൈഡിനും ഈ എൻട്രി രേഖപ്പെടുത്തേണ്ടി വരും.
അപ്പോൾ അത് നമുക്ക് കോൺട്രാ എൻട്രി എന്ന് പറയാമെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. ദെൻ ബാങ്ക് ചാർജ്ഡ് ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റ്. നമ്മൾ ഓവർ ഡ്രാഫ്റ്റ് ആയിരുന്നു ഓപ്പണിങ്ങിൽ. ആ ഓവർ ഡ്രാഫ്റ്റിന് ബാങ്ക് നമ്മുടെ കയ്യിൽ നിന്നും ഇൻട്രസ്റ്റ് ഈടാക്കി, അഥവാ നമ്മൾ ബാങ്കിന് ക്യാഷ് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യാണ് ബാങ്ക് ചെയ്യുന്നത്, അഥവാ നമ്മുടെ ബാങ്കിൽ നിന്ന് പേയ്മെൻ്റ് ആയിട്ടാണ് നമ്മൾ കാണിക്കേണ്ടത്. പേയ്മെൻറ്റ് സൈഡിൽ ബാങ്ക് കോളത്തിൽ ഈ ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റ് 200 രൂപ നമ്മൾ റെക്കോർഡ് ചെയ്യണം. ദെൻ പെയ്ഡ് ടെലിഫോൺ ബിൽ ബൈ ചെക്ക്. ടെലിഫോൺ ബിൽ അടച്ചു, ചെക്കാണ് കൊടുത്തത്, പേയ്മെൻ്റ് ആണ് ബാങ്ക് കോളത്തിൽ പേയ്മെൻറ്റ് സൈഡിൽ. ദെൻ സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ് റിസീവ്ഡ് എ ചെക്ക് ഡെപ്പോസിറ്റഡ് ഓൺ ദ സെയിം ഡേ ₹3000. നമ്മളൊരു സെയിൽ നടന്നു, കച്ചവടം നടന്നു, അതിന് നമുക്ക് ചെക്കാണ് കിട്ടിയത്. ആ ചെക്ക് അന്നേ ദിവസം തന്നെ ബാങ്കിൽ ഡെപ്പോസിറ്റും ചെയ്തു. അപ്പോൾ ചെയ്യേണ്ടത്, സെയിൽ നടന്നു, ചെക്ക് കിട്ടി, അന്ന് തന്നെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്താൽ നമുക്ക് റെസീപ്റ്റ് സൈഡിൽ ഡയറക്റ്റ് ബാങ്ക് കോളത്തിലാണ് അത്രയും എമൗണ്ട് എൻ്റർ ചെയ്യേണ്ടത്. നമുക്ക് കിട്ടിയ ഈ ചെക്ക് മറ്റൊരു ദിവസമാണ് നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മളിതിന് ആദ്യ ദിവസം അഥവാ സെയിൽ നടന്ന ദിവസം ക്യാഷ് റിസീവ്ഡ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക, അഥവാ ക്യാഷ് കോളത്തിലാണ് ഈ എമൗണ്ട് കാണിക്കുക. പിന്നീട് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ദിവസം നമ്മൾ പെയ്ഡ് ക്യാഷ് ഇൻ ടു ബാങ്കിന് എന്താണോ ഡബിൾ കോളം ക്യാഷ് ബുക്കിൽ ചെയ്യുന്നത്, അഥവാ ഒരു കോൺട്രാ എൻട്രി പാസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ ഈ കേസിൽ നമുക്ക് ചെക്ക് അതേ ദിവസം തന്നെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, റെസീപ്റ്റ് സൈഡിൽ ബാങ്ക് കോളത്തിലാണ് ഈ എമൗണ്ട് കാണിക്കേണ്ടത്. ദെൻ പെയ്ഡ് റെൻറ്റ്, പേയ്മെൻ്റ് ആണ്, പേയ്മെൻറ്റ് സൈഡിൽ ക്യാഷ് കോളത്തിൽ. ദെൻ ഡ്രോ ക്യാഷ് ഫോർ പേഴ്സണൽ യൂസ്. വിഡ്രോ ക്യാഷ് ഫോർ പേഴ്സണൽ യൂസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡ്രോയിങ്സ് ആണ്, പേയ്മെൻ്റ് ആണ്, ബിസിനസ്സിൽ നിന്ന് പണം പിൻവലിച്ചു എന്നാണ് ഇതിൻ്റെ മീനിങ്. അഥവാ പേയ്മെൻറ്റ് സൈഡിൽ ക്യാഷ് കോളത്തിലാണ് ഇത്രയും എമൗണ്ട് രേഖപ്പെടുത്തേണ്ടത്. ദെൻ പെയ്ഡ് സാലറി ₹1000. സാലറി കൊടുത്തു, 1000 രൂപ സാലറി അല്ലേ, പേയ്മെൻ്റ് ആണ്. അത് നമ്മൾ ഡബിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ പേയ്മെൻറ്റ് സൈഡിൽ ക്യാഷ് കോളത്തിലാണ് കാണിക്കേണ്ടത്. ദെൻ ഇൻട്രസ്റ്റ് കളക്റ്റഡ് ബൈ ബാങ്ക്. നമ്മുടെ സ്ഥാപനത്തിന് അഥവാ ലേസർ സോണിന് കിട്ടാനുള്ള ഇൻട്രസ്റ്റ് ബാങ്ക് നമുക്ക് വേണ്ടി കളക്ട് ചെയ്ത് നമ്മുടെ അക്കൗണ്ടിൽ വരവ് വെച്ചു. അഥവാ നമ്മുടെ ബിസിനസ്സിന് റെസീപ്റ്റ് ആണ്, പക്ഷേ ബാങ്കിലാണ് ആ എമൗണ്ട് വന്നത്, ബാങ്ക് കോളത്തിൽ റെസീപ്റ്റ് സൈഡിൽ കാണിക്കാം. അപ്പോൾ നമുക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ ലേസർ സോണിൻ്റെ ക്യാഷ് ബുക്കാണ് നമ്മൾ വരച്ചു വെച്ചിട്ടുള്ളത്. ആദ്യത്തെ ജനുവരി 1 നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ഇൻ ഹാൻഡ് ഉണ്ട്. ഇത് രേഖപ്പെടുത്തുന്നത് ക്യാഷ് ബുക്കിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് എഴുതുന്നത്. ടു ബാലൻസ് ബ്രോഡ് ഓൺ ജനുവരി 1 ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ഇൻ ഹാൻഡ് ₹4000. ദെൻ അതേ ജനുവരി 1 തന്നെ നമുക്ക് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആണെന്നും പറഞ്ഞിട്ടുണ്ട്. നമുക്കത് ക്യാഷ് അറ്റ് ബാങ്ക് ആണെങ്കിൽ ഇവിടെ ബാങ്ക് കോളത്തിൽ റെസീപ്റ്റ് സൈഡിൽ രേഖപ്പെടുത്താമായിരുന്നു. ഇവിടെ പക്ഷേ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആണ്, അതുകൊണ്ട് നമ്മളിത് രേഖപ്പെടുത്തുന്നത് ക്രെഡിറ്റ് സൈഡിലാണ്. നമ്മൾ ബാങ്കിന് ക്യാഷ് അങ്ങോട്ട് കൊടുക്കാനാണ്. ജനുവരി 1 ബൈ ബാലൻസ് ബ്രോഡ് ഓൺ, ബാങ്ക് കോളത്തിൻ്റെ ബാലൻസ് എന്ന് പറയുന്നത് ഓവർ ഡ്രാഫ്റ്റ് ആണ്, 3200 രൂപ. ദെൻ അടുത്ത ട്രാൻസാക്ഷൻ വേജസ് പെയ്ഡ്. ജനുവരി 4 വേജസ് പെയ്ഡ്, പേയ്മെൻ്റ് ആണ്, നമുക്കറിയാം, കൂലി കൊടുത്തു അല്ലേ, എന്തെങ്കിലും വർക്ക് നടന്ന വകയിലുള്ള കൂലിയാണ്, ക്യാഷ് ആണ് കൊടുത്തത്, നമുക്ക് ഈ ട്രാൻസാക്ഷൻ കാണുമ്പോൾ മനസ്സിലാവും. ദെൻ ജനുവരി 4 എൻട്രി ബൈ വേജസ് ₹400. ഓക്കെ, ദെൻ അടുത്ത ട്രാൻസാക്ഷൻ ജനുവരി 5 ക്യാഷ് സെയിൽസ് ആണ്. ക്യാഷ് സെയിൽസ് എന്ന് പറഞ്ഞാൽ സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. സെയിൽ നടന്നു, ക്യാഷ് കിട്ടി. ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഇത് ക്യാഷ് റെസീപ്റ്റ് ആണ്, അതുകൊണ്ട് രേഖപ്പെടുത്തേണ്ടത് ഏത് സൈഡിനാണ്, റെസീപ്റ്റ് സൈഡ് അഥവാ ഡെബിറ്റ് സൈഡിലാണ്. ജനുവരി 5 ടു സെയിൽസ് ₹700. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇവിടെ ഈ ടു ബൈ എന്ന കാര്യങ്ങൾ വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. ഇവിടെ ടു സെയിൽസ് എന്ന് എഴുതുന്നതിന് പകരം സെയിൽസ് മാത്രം എഴുതിയാലും ഇതൊക്കെയാണ്, അതിന് കുഴപ്പമില്ല. ഓക്കെ, then അടുത്ത ട്രാൻസാക്ഷൻ ഏതാ, പർച്ചേസ്ഡ് ഗുഡ്സ് ബൈ ചെക്ക് ₹2000. ജനുവരി 7 പർച്ചേസ്ഡ് ഗുഡ്സ് ബൈ ചെക്ക്. ഗുഡ്സ് വാങ്ങിച്ചു, ബിസിനസ്സിൽ വിൽക്കാനുള്ള സാധനങ്ങൾ വാങ്ങിച്ചു, ചെക്കാണ് കൊടുത്തത്. അപ്പോൾ നമുക്ക് എവിടെ നിന്നാണ് പേയ്മെൻറ്റ്, ബാങ്കിൽ നിന്നാണ് പേയ്മെൻറ്റ്. അപ്പോൾ പേയ്മെൻറ്റ് സൈഡിലാണ് രേഖപ്പെടുത്തേണ്ടത്, ക്രെഡിറ്റ് സൈഡിൽ ജനുവരി 7 ബൈ പർച്ചേസ്, ബാങ്ക് കോളത്തിൽ ₹2000. ഓക്കെ,
അടുത്ത ട്രാൻസാക്ഷൻ പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ ക്യാഷ്. ജനുവരി 9 പർച്ചേസ് ചെയ്തു. ഫർണിച്ചറാണ് പർച്ചേസ് ചെയ്തത്. ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ അസറ്റാണ്, വിൽക്കാനുള്ള ഐറ്റം അല്ല. അതുകൊണ്ട് നമ്മൾ പർച്ചേസസ് അക്കൗണ്ട് അല്ല നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ടത്, മറിച്ച് ഫർണിച്ചർ അക്കൗണ്ടാണ്. ഇവിടെ ഡബിൾ കോളം ക്യാഷ് ബുക്കിൽ നമുക്കതുമായി ബന്ധപ്പെട്ട പേയ്മെൻ്റ് ആണ് കാണിക്കുന്നത്. എന്ത് വാങ്ങിയ വകയിലാണ്? ഫർണിച്ചർ വാങ്ങിയ വകയിൽ. അപ്പോൾ ജനുവരി 9 ബൈ ഫർണിച്ചർ ക്യാഷ് കോളത്തിൽ ₹2200. ദെൻ അടുത്ത ട്രാൻസാക്ഷൻ ക്യാഷ് പെയ്ഡ് ടു രോഹിത്. രോഹിത്തിന് ക്യാഷ് കൊടുത്തു. പേയ്മെൻ്റ് ആണ്. പേയ്മെൻറ്റ് സൈഡിൽ ജനുവരി 11 ബൈ രോഹിത് ₹2000. ദെൻ അടുത്ത ട്രാൻസാക്ഷൻ ജനുവരി 13 ക്യാഷ് സെയിൽസ് ആണ്. ക്യാഷ് സെയിൽസ് നമ്മൾ എവിടെ രേഖപ്പെടുത്തുക? ഇവിടെ ഡെബിറ്റ് സൈഡിനാണ്, അഥവാ റെസീപ്റ്റ് സൈഡിലാണ്. ക്യാഷ് റെസീപ്റ്റ് ആണ്. ജനുവരി 13 ടു സെയിൽസ്, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ്. ഓക്കെ, ₹4500. ദെൻ അടുത്ത ട്രാൻസാക്ഷൻ ഏതാ? ജനുവരി 14 ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക് ₹7000. 7000 രൂപ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. ബിസിനസ്സിൻ്റെ കയ്യിലിരുന്ന ക്യാഷ് ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തു, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റി. അഥവാ ക്യാഷ് കോളത്തിൽ പേയ്മെൻ്റ് ആണ്, അതേസമയം ബാങ്ക് കോളത്തിൽ റെസീപ്റ്റ് ആണ്. ബാങ്കിൽ ക്യാഷ് റെസീപ്റ്റ് ഉണ്ട് നമ്മുടെ അക്കൗണ്ടിൽ, അതേസമയം നമ്മുടെ ക്യാഷ് ഇൻ ഹാൻഡിൽ നിന്ന് ക്യാഷ് പേയ്മെൻ്റ് ആണ്. അപ്പോൾ പേയ്മെൻറ്റ് സൈഡിലും റെസീപ്റ്റ് സൈഡിലും ഓരോ എൻട്രി വരും. ഇതൊരു കോൺട്രാ എൻട്രിയാണ്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? ജനുവരി 14 ബാങ്ക് കോളത്തിൽ റെസീപ്റ്റ് കാണിക്കുന്നു 7000 രൂപ. നമ്മളത് ഒരു ജേണൽ എൻട്രി പാസ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും എഴുതുക? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട് അല്ലേ? ബാങ്ക് ബാലൻസ് ഇൻക്രീസ് ചെയ്യുന്നു, ക്യാഷ് ബാലൻസ് ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ അതേ റൂൾ ഇവിടെയും ബാധകമാണ്. ക്യാഷ് ബുക്കിനെ ഡെബിറ്റ് ചെയ്യുന്നു, ബാങ്ക് കോളമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എമൗണ്ട് രേഖപ്പെടുത്തുന്നത്, അഥവാ ബാങ്ക് ബാലൻസ് ഇൻക്രീസ് ചെയ്യുന്നു. അതേസമയം പേയ്മെൻറ്റ് സൈഡിൽ ക്യാഷ് കോളത്തിനെ എന്ത് ചെയ്യുന്നു? ക്രെഡിറ്റ് ചെയ്യുന്നു. ക്യാഷ് കോളത്തിൽ 7000 രൂപ ബൈ ബാങ്ക്. ഏത് അക്കൗണ്ടാണോ ഡെബിറ്റ് ചെയ്തത്? ബൈ ബാങ്ക്. ഓക്കെ, ബാങ്ക് അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്, ക്യാഷ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. അഥവാ ക്യാഷ് ബുക്കിൽ ബാങ്ക് കോളത്തിൽ റെസിപ്റ്റും പേയ്മെൻറ്റിൽ ക്യാഷ് കോളത്തിൽ പേയ്മെൻറ്റും കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ നമ്മളിതിന് എന്ത് ചെയ്യും? ഒരു കോൺട്രാ എൻട്രി ആണെന്ന് കാണിക്കാൻ വേണ്ടി സി എന്ന് ലെഡ്ജർ ഫോളിയോ കോളത്തിൽ മാർക്ക് ചെയ്യുന്നു. ദെൻ അടുത്ത ട്രാൻസാക്ഷൻ ഏതാ? ബാങ്ക് ചാർജ്ഡ് ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റ് ₹200. നമ്മുടെ അക്കൗണ്ടിൽ ഓവർ ഡ്രാഫ്റ്റ് ഉള്ള അക്കൗണ്ടാണ്, ഓവർ ഡ്രാഫ്റ്റ് ആണ് ഓപ്പണിങ്ങിൽ അല്ലേ? ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാങ്കിന് അങ്ങോട്ട് ക്യാഷ് കൊടുക്കാനുണ്ട് 3200 രൂപ. അപ്പോൾ അതിന് ബാങ്ക് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യും. എ ടൈപ്പ് ഓഫ് ലോൺ ആണ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്തു. എത്ര രൂപയാണ് ചാർജ് ചെയ്തത്? 200 രൂപ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്തു അല്ലേ? ഈ 200 രൂപ എന്താണ്? നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം പേയ്മെൻ്റ് ആണ്. അത് ബാങ്ക് അക്കൗണ്ടിലാണ് ചാർജ് ചെയ്യപ്പെടുന്നത്. ബാങ്ക് അക്കൗണ്ടിൽ അത്ര എമൗണ്ട് മൈനസ് ആവുന്നു. അഥവാ നമ്മൾ പേയ്മെൻറ്റ് സൈഡിൽ ജനുവരി 16 ബൈ ഓവർ ഡ്രാഫ്റ്റ് ഇൻട്രസ്റ്റ് 200 രൂപ രേഖപ്പെടുത്തുന്നു ബാങ്ക് കോളത്തിൽ. ദെൻ അടുത്ത ട്രാൻസാക്ഷൻ പെയ്ഡ് ടെലിഫോൺ ബിൽ ബൈ ചെക്ക്. ടെലിഫോൺ ബില്ല് പേയ്മെൻറ്റ് കൊടുത്തു അല്ലേ? ക്യാഷ് പേയ്മെൻ്റ് ആണ്, ചെക്കാണ് കൊടുത്തത്. ബാങ്കിലാണ് അത്ര എമൗണ്ട് കുറയുന്നത്. അഥവാ പേയ്മെൻറ്റ് സൈഡിൽ ബൈ ടെലിഫോൺ ബിൽ, ബാങ്ക് കോളത്തിൽ 600. ഓക്കെ, അടുത്ത ട്രാൻസാക്ഷൻ സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ് റിസീവ്ഡ് എ ചെക്ക് ഡെപ്പോസിറ്റഡ് ഓൺ ദ സെയിം ഡേ ₹3000. 25-ാം തീയതി ഒരു സെയിൽ നടന്നു, നമുക്കൊരു ചെക്ക് കിട്ടി. ആ ചെക്ക് ആ 25-ാം തീയതി തന്നെ നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. അഥവാ ഇത് നമ്മൾ രേഖപ്പെടുത്തുന്നത് ജനുവരി 25 ടു സെയിൽസ്, ബാങ്ക് കോളത്തിൽ 3000. ബാങ്കിൽ അന്നേ ദിവസം തന്നെ ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്തതുകൊണ്ട് ഡയറക്റ്റ് നമ്മൾ ബാങ്ക് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുന്നു. അഥവാ ബാങ്ക് കോളത്തിൽ 3000 രൂപ എൻ്റർ ചെയ്യുന്നു. ദെൻ അടുത്ത ട്രാൻസാക്ഷൻ 27-നാണ് പെയ്ഡ് റെൻറ്റ്. റെൻറ്റ് കൊടുത്തു. എത്ര രൂപയാണ് കൊടുത്തത്? 800 രൂപ. റെൻറ്റ് കൊടുത്തു എന്ന് പറഞ്ഞാൽ ക്യാഷാണ് കൊടുത്തത്. പേയ്മെൻറ്റ് സൈഡിൽ ജനുവരി 27 ബൈ റെൻറ്റ് ₹800 ക്യാഷ് കോളത്തിൽ രേഖപ്പെടുത്തുന്നു. ദെൻ അടുത്ത ട്രാൻസാക്ഷൻ 29-ാം തീയതി ഡ്രോ ക്യാഷ് ഫോർ പേഴ്സണൽ യൂസ് ₹500. വിഡ്രോ ക്യാഷ് ഫോർ പേഴ്സണൽ യൂസ് ഫ്രം ബിസിനസ്. ഇത് ഡ്രോയിങ്സ് ആണ്. ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ക്യാഷ് പേയ്മെൻ്റ് ആണ്. ആരാണ് എടുത്തത്? ബിസിനസ്മാൻ ആണ് എടുത്തത്.
പക്ഷേ ബിസിനസ്സും ബിസിനസ്മാനും സെപ്പറേറ്റ് ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ബിസിനസ്സിൻ്റെ അക്കൗണ്ട് ബുക്സിൽ ബിസിനസ്സിൻ്റെ ക്യാഷ് പേയ്മെൻ്റ് ആണ്. ഏത് രീതിയിലാണ് പോയത്? ജനുവരി 29 ബൈ ഡ്രോയിങ്സ് ബിസിനസ്മാൻ്റെ വിഡ്രോവലാണ് ₹500. ദെൻ അടുത്ത ട്രാൻസാക്ഷൻ 30 പെയ്ഡ് സാലറി കൊടുത്തു. ചെക്കല്ല, ക്യാഷ് തന്നെയാണ് കൊടുത്തുള്ളത്. പേയ്മെൻ്റ് ആണ്. ജനുവരി 30 പേയ്മെൻറ്റ് സൈഡ് ഓഫ് ക്യാഷ് ബുക്കിൽ ക്യാഷ് കോളത്തിൽ ₹1000 രേഖപ്പെടുത്തുക. ജനുവരി 31 ഉള്ള ട്രാൻസാക്ഷനാണ് ഇൻട്രസ്റ്റ് കളക്റ്റഡ് ബൈ ബാങ്ക് ₹1700. നമ്മുടെ ബിസിനസ്സിന് കിട്ടാനുള്ള ഇൻട്രസ്റ്റ് ബാങ്ക് കളക്ട് ചെയ്തു, ബാങ്ക് ശേഖരിച്ചു. അഥവാ ബാങ്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ അത്രയും രൂപ ക്രെഡിറ്റ് ചെയ്തു. അഥവാ നമ്മുടെ ബാങ്ക് ബാലൻസിനോട് കൂടി ₹1700 കൂട്ടിച്ചേർക്കപ്പെട്ടു. അഥവാ നമ്മുടെ ബിസിനസ്സിന് ഇതൊരു റെസിപ്റ്റാണ്, ക്യാഷ് റെസിപ്റ്റാണ്, ബാങ്കിലാണ് വന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ജനുവരി 31 ടു ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ് ബാങ്ക് കോളത്തിൽ ₹1700 രേഖപ്പെടുത്തുന്നു. ഓക്കെ, ഇപ്പം നമ്മളെല്ലാ എൻട്രിയും പൂർത്തിയായി കഴിഞ്ഞു. എൻട്രി പൂർത്തിയായി കഴിഞ്ഞാൽ അടുത്തതായിട്ട് എന്താ ചെയ്യേണ്ടത്? ക്യാഷ് ബുക്കിനെ ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നമുക്കറിയാം അല്ലേ? അതിൻ്റെ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡുള്ള എമൗണ്ട് കോളങ്ങൾ ടോട്ടൽ ചെയ്യുക. അപ്പോൾ ടോട്ടൽ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ടോട്ടൽ ചെയ്യേണ്ടത് ഏത് കോളമാണോ കൂടുതൽ എമൗണ്ട് കാണിക്കുന്നത്. ഡെബിറ്റ് സൈഡിലുള്ള ക്യാഷ് കോളമാണ് ഈ കേസിൽ കൂടുതൽ ഉള്ളത്. ക്യാഷ് കോളം എല്ലായ്പ്പോഴും ഡെബിറ്റ് തന്നെയായിരിക്കും കൂടുതൽ. അപ്പോൾ നമ്മൾ ആദ്യം ഈ ക്യാഷ് കോളത്തിനെ ടോട്ടൽ ചെയ്യുന്നു. ജനുവരി 31 നമ്മൾ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നത് എൻഡ് ഓഫ് ദ മന്തിൽ. ഓക്കെ, ജനുവരി 31 ക്യാഷ് കോളം ടോട്ടൽ ₹15,500. ദെൻ നമ്മൾ ബാങ്ക് കോളം ടോട്ടൽ ചെയ്യണം. അത് ഏത് സൈഡാണോ കൂടുതലുള്ളതെന്ന് ആദ്യം നോക്കുക. നമുക്ക് നോക്കാം, ഇവിടെ ക്രെഡിറ്റ് സൈഡിൽ 3200, 2000, 200, 600 ഇത്രയും എമൗണ്ടുകളുണ്ട്. അതേസമയം ഡെബിറ്റ് സൈഡിൽ ഒരു 7000 ഉണ്ട്, 3000 ഉണ്ട്, 1700 ഉണ്ട്. അപ്പോൾ ഡെബിറ്റ് സൈഡിലെ എമൗണ്ട് ആണ് കൂടുതൽ, അഥവാ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് ആണ്. ഓക്കെ, ആ ടോട്ടൽ ചെയ്യുന്നു ₹11,700. ദെൻ നമ്മളിതിനെ ക്രെഡിറ്റ് സൈഡിലേക്ക് മാറ്റി എഴുതുന്നു. ദെൻ ക്യാഷ് കോളത്തിൻ്റെ ഈ 15,500 നിന്ന് ഇത്രയും എമൗണ്ടിനെ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ₹1,600 അവിടെ കാണിക്കുന്നത്. ഇതാണ് ക്യാഷ് ബാലൻസ്, ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ഇൻ ഹാൻഡ്. ദെൻ ബാങ്ക് കോളത്തിൻ്റെ 11,700 നിന്ന് ഇത്രയും പേയ്മെൻറ്റുകളെ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ₹5,700 ബാലൻസ് കാണിക്കുന്നു. നമ്മൾ എന്തായിരുന്നത്? ബൈ ബാലൻസ് ക്യാരി ഡൗൺ അഥവാ ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ഇൻ ഹാൻഡ് ആണ് ₹1,600. ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് അറ്റ് ബാങ്ക് ആണ് ₹5,700. നമ്മൾ ഈ ഒരു ക്യാഷ് ബുക്കിൽ നിന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, ഒന്ന്, ടു ബാലൻസ് ബ്രോഡൗൺ ഓപ്പണിങ്ങിൽ നമ്മുടെ ബിസിനസ്സിൻ്റെ കയ്യിൽ ₹4,000 ക്യാഷ് ബാലൻസ് ഉണ്ട്. അതേസമയം ബാങ്ക് ആണെങ്കിലോ ഓവർ ഡ്രാഫ്റ്റ് ആണ്. ബാങ്കിൽ നമ്മുടെ ക്യാഷ് ഒന്നും തന്നെ ഡെപ്പോസിറ്റ് ഇല്ല എന്ന് മാത്രമല്ല, നമ്മൾ ₹3,200 ബാങ്കിലേക്ക് തിരിച്ചടക്കാനുണ്ട്. ദെൻ അതിനുശേഷം ഇത്രയും റെസീപ്റ്റുകൾ ഉണ്ടായി നമ്മുടെ ബിസിനസ്സിൽ, ക്യാഷ് റെസീപ്റ്റുകൾ. അതിൽ ബാങ്കിൽ ഡയറക്റ്റ് വന്ന എമൗണ്ട് ഉണ്ട്, അതുപോലെ നമ്മുടെ കയ്യിൽ ക്യാഷ് ആയിട്ടുള്ള കിട്ടിയ എമൗണ്ടുകളുണ്ട്. അതേസമയം കുറേ പേയ്മെൻറ്റുകൾ ഉണ്ടായിട്ടുണ്ട്, ക്യാഷ് പേയ്മെൻറ്റുകൾ, അതുപോലെ ബാങ്കിൽ നിന്നുള്ള പേയ്മെൻറ്റുകൾ. അവസാനം നമ്മൾ ഈ അക്കൗണ്ടിനെ ബാലൻസ് ചെയ്തപ്പോൾ ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ഇൻ ഹാൻഡ് ആണ് ₹1,600. ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് അറ്റ് ബാങ്ക് ആണ് ₹5,700. നമ്മൾ ഈ സമയത്ത് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് തന്നെയാണെങ്കിൽ ബാങ്ക് കോളത്തിൽ പേയ്മെൻറ്റ് സൈഡ് കൂടുതലായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ബാലൻസ് എവിടെയായിരിക്കും വരിക? ബാങ്ക് കോളത്തിൻ്റെ ഡെബിറ്റ് സൈഡിലായിരിക്കും. ബൈ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞ് ഇവിടെ ഓവർ ഡ്രാഫ്റ്റ് ആയിട്ടാണ് കാണിക്കുക. ഓക്കെ, അപ്പോൾ ഈ എമൗണ്ടുകൾ, ഈ ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ഇൻ ഹാൻഡും ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് അറ്റ് ബാങ്കും അടുത്ത മാസം ഫെബ്രുവരി 1 എന്തായിരിക്കും? ഓപ്പണിംഗ് ബാലൻസ് ആണ്. ടു ബാലൻസ് ബ്രോഡൗൺ. നമ്മൾ ജനുവരിയിലെ ഓപ്പണിംഗ് ബാലൻസ് ഇവിടെ എഴുതിയ പോലെ ഫെബ്രുവരിയിലെ ഓപ്പണിംഗ് ബാലൻസ് ആണ് ₹1,600 ₹5,700. അപ്പോൾ ഡബിൾ കോളം ക്യാഷ് ബുക്ക് ചെയ്യുമ്പോൾ ക്യാഷ് കോളം എല്ലായ്പ്പോഴും ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. അതേസമയം ബാങ്ക് കോളത്തിൽ ചില സമയത്ത് ക്രെഡിറ്റ് ബാലൻസ് ആവാം, അഥവാ ക്രെഡിറ്റ് സൈഡ് കൂടുതലാവാം. അപ്പോൾ ആ ഒരു സിറ്റുവേഷനാണ് നമ്മൾ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് എന്ന് കൂടി ഈ ഒരു പ്രോബ്ലം ചെയ്തുകൊണ്ട് മനസ്സിലാക്കണം. ഓക്കെ, താങ്ക് യു.